മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് കഴിഞ്ഞ 34 വർഷമായി പ്രവർത്തിച്ചു വരുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവലറിയുടെ മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം ഇവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. സഹകരണ ബാങ്കിലെ ജോലി തിരക്കിനിടയിലും കൃഷിയിൽ നൂറുമേനി വിളയിച്ച് പുതുപ്പാടി സ്വദേശി ലൈജു പൗലോസ് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ വിവിധയിനം ബഡ്പ്ലാവുകൾ നട്ടുപിടിപ്പിച്ച് വിളവെടുത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനായി വിപണിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ലൈജു. സഹകരണ ബാങ്കിലെ ജോലി തിരക്കിനിടയിലും കൃഷിയിൽ നൂറുമേനി വിളയിച്ച് പുതുപ്പാടി സ്വദേശി ലൈജു പൗലോസ് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ വിവിധയിനം ബഡ്പ്ലാവുകൾ നട്ടുപിടിപ്പിച്ച് വിളവെടുത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിലേക്കായി വിപണിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കോതമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയും മികച്ച കർഷകൻ കൂടിയായ പുതുപ്പാടി വാഴാട്ടിൽ ലൈജു പൗലോസ്. ഏത്തവാഴ, പൈനാപ്പിൾ, ചേന, കോളിഫ്ലവർ, ക്യാബേജ്, ചോളം തുടങ്ങിയ നിരവധി കൃഷികൾ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത ആളാണ് ഇദ്ദേഹം. അതിനെല്ലാം വിപണന മേഖലകൾ കണ്ടെത്തുവാനും ലൈജുവിന് കഴിഞ്ഞു. വിയറ്റ്നാം സൂപ്പർ എർലി, തായ്ലൻഡ് റെഡ് തുടങ്ങിയ പ്ലാവുകളും തെങ്ങിൻ തൈകളും നട്ടുപിടിപ്പിച്ച് കുന്നകര സർവീസ് സഹകരണ ബാങ്കിന് കൈമാറി. ആന്റണി ജോൺ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ഇടപെടലാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ളത്. സ്വന്തമായി സ്ഥലമില്ല എങ്കിൽ കൂടിയും പാട്ടത്തിനെടുത്തു കൂടിയാണ് അദ്ദേഹം ഇതുപോലുള്ള കൃഷികൾ ചെയ്തു മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ കൃഷികളും വളരെ വിജയകരമായി ചെയ്ത് പൂർത്തീകരിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയിലാണ് ഇവിടെ കുറേ ഏക്കറോളം സ്ഥലമെടുത്തുകൊണ്ട് വളരെ ഭംഗിയായി കൃഷി ചെയ്യുകയും വളരെ മെച്ചപ്പെട്ട നിലയിലുള്ള വിളവ് ഇന്ന് അദ്ദേഹം സാധ്യമാക്കിയിട്ടുള്ളത്. ജാനുവരി മാസത്തിൽ ചക്ക നമ്മുടെ നാട്ടിൽ കിട്ടുക എന്നുള്ളത് ദൗർലഭ്യമാണ്. അപ്പോൾ അവർ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാക്കാനും എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചക്ക വിനിയോഗിക്കുന്നത്. പൂർണ്ണമായും ഞാൻ ഓർഗാനിക് രീതിയിൽ തന്നെയാണിത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ട്രിപ്രിഗേഷൻ വഴി നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തരത്തിൽ നല്ല വിളവെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി എനിക്ക് ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ് ഒരു നല്ല മികച്ച വിളവ് കിട്ടിയുകൊണ്ടാണ് എൻ്റെ ഒരു വിളവെടുപ്പിന് വേണ്ടി MLA തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത്. കോതമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൽദോസ് പോൾ, സെക്രട്ടറി ദീപു ജോർജ്, കോതമംഗലം കൃഷി ഓഫീസർ സതി രാജൻ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർമാർ KG വെങ്കിടേശ്വരൻ, ബിജു MP, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. Welcome to Vimalagiri International School, Muvattupuzha. Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also.